ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്ത് മിറാക്കിളാണ് വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ശരിയായൊരു വഴി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷനാണ്, നിങ്ങൾക്കറിയത്തില്ല എന്ത് ചെയ്യണം, ഏത് വഴി പോകണം എന്ന് ഉണ്ട് എങ്കിൽ ഇവിടെ ഒരു ക്ലിയർ ഡയറക്ഷൻ, ഒരു വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഡയറക്ഷനുണ്ട്. ഏത് ഡയറക്ഷൻ പോകണമെന്ന് അറിയത്തില്ല, പക്ഷേ ക്ലിയർ ആയിട്ടൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനി എവിടെയാണോ നിങ്ങളെ കൊണ്ടുപോകുന്ന ആ വഴി കൂടെ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഈ വഴിയിൽ കൂടെ പോയാലാണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഏതെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എന്തായിക്കൊള്ളട്ടെ, ഇവിടെ നിങ്ങൾക്ക് അതിലൊരു 50-50 ചാൻസേ ഉള്ളൂ. അതായത് ആ ഒരു വ്യക്തിയെ പകുതി വിശ്വസിക്കാം, പകുതി വിശ്വസിക്കേണ്ട, അങ്ങനെയൊക്കെ മനസ്സ് പറയുകയാണെങ്കിൽ അവിടെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അങ്ങനെ നിങ്ങൾക്കൊരു ശരിയായൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്കൊരു ക്ലിയർ ഡയറക്ഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു ക്ലിയർ ഡയറക്ഷൻ ലഭിച്ചതിലൂടെ നിങ്ങളുടെ യാത്ര വളരെ സുഗമമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ വലിയൊരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട്, ലൈഫിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നിങ്ങൾ പോകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ആ ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുകയാണ്. മാരേജ് നടക്കാത്തവർ മാരേജിലേക്ക് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ആ ഒരു മിറാക്കിളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളും പല കൺഫ്യൂഷൻസും വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ദോഷം പറയും. ആദ്യം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരുടെയും പാവയല്ല. അവർ വിചാരിക്കും പോലെ അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് പോവാനും ഉള്ള പാവയല്ല. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ കുറേ വരും. പക്ഷേ നമ്മൾ വിചാരിക്കണം, അവരുടെ പാവയാകണോ അതോ അവരെ റിലീസ് ചെയ്ത് മുന്നോട്ട് പോകണോ അതോ അവരെ സൈഡിലാക്കി നമ്മൾ നമ്മളുടെ കാര്യം നോക്കി പോകണോ എന്ന്. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരുടെ പാവ നമ്മളാകണമോ വേണ്ടിയോ എന്ന്. നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ അവരുടെ പാവയാവും. പിന്നെ അതിനുശേഷം ഒരു പാഠം പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലോ എന്ന്. പിന്നെ നിങ്ങൾ അവരെ കുറ്റം പറയും. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു വ്യക്തിയെ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരോട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് വയ്ക്കണം. കൂടുതൽ അവരോട് ഇടപഴകാനോ ഒന്നിനും പോവരുത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കൺഫ്യൂഷൻസും പല പ്രശ്നങ്ങളും വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് ഓരോ അഭിപ്രായങ്ങൾ ചോദിക്കും. അവർ ഓരോന്ന് പറഞ്ഞു തരും. പക്ഷെ അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നോക്കത്തില്ല. ആദ്യം നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത്, നമ്മുടെ ഹൃദയം എന്താണോ നമ്മളോട് പറയുന്നത്, അത് ആദ്യം വിശ്വസിക്കുക. അതായത് ആത്മാവ് പറയുന്നത് നമ്മൾ കേൾക്കുക. മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണു പോവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. കാരണം ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയാണ്, അപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം അവർ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ പിന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങളുടെ ആ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി, നല്ല ഒരു അവസരം, അതുവരെ നിങ്ങൾ എന്താണോ നല്ലതായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് വിട്ട് കളഞ്ഞിട്ട് അവർ പറഞ്ഞ ആ വാക്കുകൾ തന്നെ ചിന്തിച്ച് ഇങ്ങനെ വിഷമിച്ച് ആ ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾ വേസ്റ്റാക്കും. അതുകൊണ്ട് ആരുടെയും വാക്കുകളിൽ വീണ് പോവാതെ നിങ്ങൾ സ്വന്തം എനർജിയെ എപ്പോഴും പോസിറ്റീവാക്കി നിർത്താൻ ശ്രമിക്കുക. കാരണം മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതേപോലെ എപ്പോഴും ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കണം. നിങ്ങളുടെ ആ ഒരു സക്സസ്സിലേക്ക് നിങ്ങൾ പോവാൻ പാടില്ല. അപ്പോൾ അവർ അതിനു വേണ്ടി നിങ്ങളെ ഒരു പാവയാക്കുമ്പോൾ നിങ്ങളൊരു പാവയാവാൻ നിന്ന് കൊടുക്കരുത്. ഇവിടെ നിങ്ങൾ ഏത് രീതിയിലാണ് പ്രശംസ അർഹിക്കുന്നത് എന്ന് ഈ ഒരു ലോകത്തിന് അറിയാം, പക്ഷെ അവർക്കറിയത്തില്ല. അപ്പോൾ അവർ നിങ്ങളെ ഒരുമാതിരി താഴ്ത്തി കെട്ടി സംസാരിക്കും. നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, നിങ്ങൾ വേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിന് വേദനിപ്പിക്കും. പക്ഷെ നിങ്ങൾ അത് സമ്മതിച്ചു കൊടുക്കുക. അവർ പറഞ്ഞെന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ ആവാൻ പോകുന്നില്ല. നമുക്കറിയാലോ നമ്മൾ ആരാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ത് പറഞ്ഞാലും അങ്ങ് റിപ്ലൈ ചെയ്യാൻ പോകരുത്. അവർ പറയണത് അങ്ങ് സമ്മതിച്ചു കൊടുക്കുക, പിന്നെ അവർ പറയത്തില്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പേരും പ്രശസ്തിയും എല്ലാം ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാൻ പോകരുത്. നിങ്ങളുടെ ലൈഫിൽ ഒരു വിജയം നിങ്ങൾ കൊയ്യുന്നതാണ്. നിങ്ങളുടെ എന്താണോ ആഗ്രഹം അതെല്ലാം സാധിക്കുന്നതാണ്. ഇവിടെ മക്കൾക്ക് ജോലി ഇല്ലാത്തത് കാരണം നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കുന്നതാണ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്, പരീക്ഷകൾ എഴുതുന്നുണ്ട് എങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറയുക. ഉറപ്പായിട്ടും ജോലി ലഭിക്കും അവർക്ക്.
ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു സക്സസ് ലഭിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ആ ഒരു ലൈഫ് സ്മൂത്തായിട്ട് പോകും. ആ ഒരു സക്സസ്സിൽ നമുക്ക് പല സക്സസ്സും കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് പറയുക, ഗവൺമെൻറ് എക്സാം ഉറപ്പായിട്ടും കണ്ടിന്യൂട്ട് എഴുതാൻ. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും എഴുതുന്ന സ്വഭാവം അല്ല എങ്കിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കഴിവ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ആ ഒരു കഴിവ് നിങ്ങൾ പുറത്ത് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ പേരും പ്രശസ്തിയും വാനോളം ഉയരും. ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പേരുണ്ടാവും സമൂഹത്തിൽ. അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനിക്കറിയാം നിങ്ങളിൽ പല ആൾക്കാർക്കും അങ്ങനെ ഒരു പേരും പ്രശസ്തിയും വേണം, എന്നെ ആൾക്കാർ തിരിച്ചറിയണം, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളിൽ പല ആൾക്കാർക്കുമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭാഗ്യത്തിൽ അതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾ. നിങ്ങളിൽ പല ആൾക്കാർക്കും 144 444 അതൊക്കെ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരുവാനാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് മ്യൂസിക്, ചില ആൾക്കാർക്ക് കുക്കിങ്, ചില ആൾക്കാർക്ക് എഴുതുന്നത്, ചില ആൾക്കാർക്ക് ഡ്രോയിങ്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കഴിവുകൾ നിങ്ങളിൽ പല ആൾക്കാർക്കുമുണ്ട്. അപ്പോൾ അതിനെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കൂ നിങ്ങൾ. ചില ആൾക്കാർക്ക് ഗവൺമെൻറ് ജോലിയോടാണ് താല്പര്യം. അതിന് വേണ്ടിയുള്ള എക്സാം അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ സൺ ഇപ്പോൾ പ്രഭാവം ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു രാജയോഗം അങ്ങനെ എന്തോ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ ഭാഗ്യത്തിലുണ്ട് നിങ്ങൾ ഒത്തിരി നെയിം ഫ്രെയിം സമ്പാദിക്കുമെന്നും കൂടാതെ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേരെയും ആ ഒരു പേര് നിങ്ങൾ സമൂഹത്തിൽ അറിയിക്കും. ഇന്ന ആളുടെ മോളാണത് അല്ലെങ്കിൽ ഇന്ന ആളുടെ മോനാണത് എന്ന് അവർക്കും ഒരു പ്രശംസ തോന്നത്തില്ല നിങ്ങളെ ആലോചിക്കുമ്പോൾ. ആ ഒരു ഇതിൽ ഓരോ കാര്യങ്ങൾ എത്തും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളത് അത് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണ്, എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് തോന്നുകയാണ്, അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയയിൽ ആക്ഷൻ എടുക്കട്ടെ അതോ വേണ്ടയോ എന്ന് മനസ്സിലൊരു ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ കഴിവ് ലോകം അറിയട്ടെ. ഇവിടെ നിങ്ങൾക്ക് വലിയൊരു അച്ചീവ്മെൻറ്റ്, വലിയൊരു സക്സസ് ഇതാണ് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ റിക്കവറായി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില ആൾക്കാർ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ആരോഗ്യപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് അതിൽ ലഭിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പൈസയുടെ ആഗമനം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പൈസയുടെ ആഗമനം എപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ലൈഫിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ഒരു സോഴ്സ് ക്രിയേറ്റ് ആക്കും. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ പൈസയുടെ ആഗമനം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് അവരുടെ വാക്കുകളിൽ വിഷമിക്കാൻ പോവരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു കഴിവുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലെ സ്ഥിതി എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാകും, ഇല്ല എങ്കിൽ ജോലിയോട് ജോലി, എപ്പോഴും ജോലി ബിസി ആയിട്ടിരിക്കുന്നു. ഈ രണ്ട് സ്ഥിതിയിൽ ഏതോ ഒരു സ്ഥിതിയിലാണ് നിങ്ങൾ കാണുന്നവർ ഇരിക്കുന്നത്. പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് ബാലൻസിൽ പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു നല്ല കർമ്മം നിങ്ങൾ ചെയ്യുന്നതിലൂടെ പല സന്തോഷങ്ങൾ നിങ്ങളെ തേടി വരും. അതേപോലെ തന്നെയാണ് ഒരു മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിന് പിന്നിൽ കുറേ മിറാക്കിൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഇതുകൂടാതെ നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫ് ആയിക്കൊള്ളട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിക്കൊള്ളട്ടെ, ഒരു സമാധാനം നിങ്ങൾക്ക് ഫീലാകും. ഇങ്ങനെ സമാധാനം തോന്നുമ്പോൾ നിങ്ങൾക്ക് തോന്നും, എൻ്റെ ലൈഫിൽ ബ്ലെസ്സിങ്ങിൻ്റെ ആ ഒരു മഴ പെയ്യുകയാണോ, യൂണിവേഴ്സ് എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് 222777 ഈ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നല്ലത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫീലാകും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നുണ്ട് എന്ന്. അതായത് നിങ്ങൾ ജോബാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജോബ് ലഭിക്കും. അല്ല വിവാഹമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ വിവാഹം ലഭിക്കും. സഡനായിട്ട് ഒരു ചേഞ്ച് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒത്തിരി ധനം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കുറേ പക്ഷികളെ കാണാൻ സാധിക്കും. അതായത് ആകാശത്ത് നോക്കുമ്പോൾ പരുന്തായാലും വട്ടമിട്ടിങ്ങനെ കുറേ പരുന്തിങ്ങനെ കറങ്ങുന്നതായിട്ട്, ഇല്ലെങ്കിൽ കാക്കയായാലും ഒന്നും രണ്ടും അല്ല, കുറേ കാക്കകൾ ഇങ്ങനെ ഒരുമിച്ച് പറന്നു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒത്തിരി പ്രാവുകൾ വരുന്നതായിട്ട്, എന്തായാലും എന്ത് പക്ഷിയായാലും അത്
ഒന്നോ രണ്ടോ ആയിരിക്കത്തില്ല, ഒത്തിരി കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് പണത്തിൻ്റെ ആ ഒരു ആഗമനം സ്രോതസ്സ് ഉണ്ടാവാൻ പോവുകയാണ് എന്ന്. ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസം കോയിൻസ്, നോട്ട് ഇതിൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പിക്ചേഴ്സ്, കുറേ നോട്ടുകളുടെ പിക്ചേഴ്സ് അല്ലെങ്കിൽ കുറേ കോയിൻസിൻ്റെ പിക്ചേഴ്സ് അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പൈസയുടെ ആഗമനം ഉണ്ടാവാൻ പോകുകയാണ് എന്നാണ്. ലൈഫിൽ എന്തെങ്കിലും ഒരു തോട്ട്സ് നിങ്ങൾക്ക് വരികയാണ് എങ്കിൽ നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യാതെ അതിൽ എന്തെങ്കിലും നല്ലത് കണ്ടെത്താൻ ശ്രമിക്കുക. അതായത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട്സ് വരുന്നത്, അപ്പോൾ എന്തോ യൂണിവേഴ്സ് എന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, അപ്പോൾ അത് ഞാൻ ചെയ്യാം, അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ. ഇവിടെ നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല, ധൈര്യത്തോടെ എടുക്കണം. ആദ്യം നമ്മൾ നമ്മളെ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു കഴിവ് എന്താണോ അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്തുമാത്രം പേരും പ്രശസ്തിയാണ് ലഭിക്കാൻ പോകുന്നത് എന്നപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും പേടിക്കാതെ എടുക്കുക, ഉറപ്പായിട്ടും സക്സസ് ഉണ്ടാവും നിങ്ങൾക്ക്. നിങ്ങളിൽ ചില ആൾക്കാർ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇപ്പോഴും. അതായത് പാസ്റ്റിൽ എനിക്ക് എന്തുമാത്രം സമയമാണ് ഞാൻ വേസ്റ്റാക്കി കളഞ്ഞത്, ആ സമയം ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് സാധിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ പോയത് പോയി, ഇനി നമുക്ക് വരാൻ പോകുന്ന ആ ഒരു നല്ല സമയം, ഫ്യൂച്ചറിൽ ആ ഒരു നല്ല സമയം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ഇനിയും സമയമുണ്ടല്ലോ നിങ്ങളുടെ മുന്നിൽ, ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കരുത്. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ കൈകൾക്ക് ആ ഒരു എനർജി ഉണ്ട്, ആ ഒരു എനർജി കൊണ്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കും. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. എപ്പോഴാണോ നിങ്ങളത് മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നതാണ്. നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരിക്കലും നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ സക്സസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങളിലൂടെയാണ് അവരുടെ പേരും പ്രശസ്തി ഉയരാൻ പോകുന്നത്. അവർ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിവസം വരും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഫ്യൂച്ചർ മോശമാകുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കൂടെ സപ്പോർട്ടിനായിട്ട് ഡിവൈൻ്റെ ആ ഒരു എനർജി ഉണ്ട്. ഡിവൈൻ നിങ്ങൾക്ക് എല്ലാ പവറും തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോട്ട്സോ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചിന്ത വരുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും അവസരം നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിലോ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു തോട്ട്സ് പ്രയോഗിക്കുക ജീവിതത്തിൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഡിവൈൻ്റെ ആ ഒരു പവർ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ഒരു പവർ നിങ്ങളെ ഒത്തിരി സാഹസികരാക്കും, കോൺഫിഡൻസ് ലെവൽ കൂടും നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും മുമ്പൊന്നും ഞാൻ ഇത്ര സാഹസികരായിരുന്നില്ല, ഇത്ര കോൺഫിഡൻസ് ലെവൽ എനിക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കിതൊക്കെ വരുന്നു എന്ന്. അതാണ് ഡിവൈൻ്റെ ആ ഒരു ശക്തി. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ബ്ലോക്കേജസ് വന്നാലും എന്തൊക്കെ മോശം ആൾക്കാർ വന്നാലും അതിനെയെല്ലാം ഞാൻ ഇല്ലാതാക്കും, അതിനുള്ള പവർ എനിക്കുണ്ട്, എൻ്റെ ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഡിവൈൻ എൻ്റെ കൂടെയുണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ച് അതിനെയെല്ലാം നേരിടുക നിങ്ങൾ. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ചില ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നടക്കാത്തത് കാരണം നിങ്ങൾ പറയുകയാണ് ദൈവത്തിനോട്, ഇനി എനിക്ക് വയ്യ ദൈവമേ, ഞാൻ പോരാടി പോരാടി തളർന്നു, എനിക്കിനി വയ്യ എന്ന്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതാണ് എന്നാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു ആഗ്രഹം ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ ആഗ്രഹം നടത്തി തരണേ എന്ന് പറഞ്ഞ്, അപ്പോൾ ആ ഒരു ആഗ്രഹം പോലും പൂർണ്ണമാകുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് വെറും 3.5 മാസത്തിനുള്ളിൽ നിങ്ങളുടെ എന്തോ ഒരു ആഗ്രഹം ദൈവം നടത്തി തരണമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹം പൂർണ്ണമാകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ 3 ആഗ്രഹവും കൂടെ പൂർണ്ണമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ്, ഒരു സമാധാനം, ഒരു സ്വസ്ഥത, ഒരു സമൃദ്ധി, ഇതെല്ലാം നിങ്ങൾക്ക് ഫീലാകും. സെക്കൻഡ്, നിങ്ങൾക്ക് ഏതോ ഒരു ലേഡിയുടെ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു ലേഡിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയാവാം, അല്ലെങ്കിൽ സിസ്റ്റർ ആയിരിക്കാം. ഇതുകൂടാതെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഏകാഗ്രത ഉണ്ടാകും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏകാഗ്രത ഇല്ല, പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഏകാഗ്രത ഉണ്ടാകും. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾ ചെയ്യും.
നെക്സ്റ്റ് നിങ്ങളുടെ ഓരോ ദിവസവും നല്ലതായിട്ട് നിങ്ങൾക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഇപ്പോഴ് ജോലിയുടെ ഭാരം ഭയങ്കരമായിട്ട് ഉണ്ട്. പക്ഷേ ആ സമയം നിങ്ങൾക്ക് വർക്ക് ലോഡ് കുറവായിരിക്കും. നിങ്ങളുടെ ആ ഒരു ജോലി നിങ്ങൾ പെട്ടെന്ന് ചെയ്യും. അത് കാരണം നിങ്ങൾക്ക് ഭയങ്കര ഒരു ക്ഷീണമോ ഒരു തളർച്ചയോ ഒന്നും തന്നെ തോന്നത്തില്ല. നെക്സ്റ്റ് നിങ്ങളുടെ ആ ഒരു തലയിലുള്ള ആ ഒരു ഭാരമില്ലേ അത് മാറുന്നതാണ്. ഓവർ തിങ്കിങ് ഒട്ടും തന്നെ ഉണ്ടാവത്തില്ല. എന്ത് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് നല്ലതായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങൾ. അതായത് ഈ ഒരു ദിവസം മുഴുവനായിട്ട് ഞാൻ എന്ത് നല്ല കാര്യമാണ് ചെയ്തത്, എന്ത് നല്ലതായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ കൊണ്ടുപോയത്, അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ആ ഒരു ഊർജ്ജം മാറാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഊർജ്ജം ഇനി ഈ ഒരു ലെവലിലേക്ക് മാറാൻ പോവുകയാണ്. ദൈവം അതിനു വേണ്ടി നിങ്ങളെ തയ്യാറാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളിൽ ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു. കാരണം ദൈവം നിങ്ങളെ തയ്യാറാക്കുന്നത് ആ ഒരു മാറ്റത്തിലേക്ക് നിങ്ങളെ എത്തിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ സ്വയം നിങ്ങളെ സന്തോഷമായിട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ എന്താണോ അതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാകുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം അതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പഴയ ചിരി തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ചിരിക്കാൻ മറന്നവരാണ് എങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിരിക്കുന്നതാണ്. അതായത് ഹൃദയം തുറന്ന് ചിരിക്കുന്നതാണ്. അല്ലാതെ പേരിന് ആൾക്കാരെ കാണിക്കാനായിരുന്നു ഇത്രയും നാൾ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി ഈ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഈ ഒരു ഏഞ്ചൽസ്, ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങൾക്ക് തോന്നും ചില സമയങ്ങളിൽ ലൈഫിൻ്റെ എൻ്റെ കൂടെ ആരോ ഉണ്ട്, അവരുടെ ആ ഒരു ശക്തി എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നേടിയത് എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ഭാവം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. ഇവിടെ ദൈവം നിങ്ങളുടെ ലൈഫിൽ സന്തോഷം തരുന്നുണ്ടെങ്കിൽ അത് ഒരു സന്തോഷമായിരിക്കത്തില്ല, ഒന്നിന് പിറകെ 2, 3 സന്തോഷമായിരിക്കും ഒരുമിച്ച് തരുന്നത്. നിങ്ങൾ ഒത്തിരി നല്ല കർമ്മങ്ങൾ ചെയ്തു. ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഇത്രയും സന്തോഷങ്ങൾ ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നെങ്കിൽ പോലും നല്ല രീതിയിലൊരു സ്റ്റെബിലിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ ഒരു ജോലി തടസ്സം മാറി നല്ല സ്മൂത്തായിട്ട് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തോ നിങ്ങൾക്ക് പ്രാപ്തമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.